കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന കേരളത്തിനോട് പണം ചോദിച്ച കേന്ദ്ര നടപടിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാർലമെന്റിന് മുന്നിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. വയനാടിനെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ വ്യോമസേന പണമാവശ്യപ്പെട്ട് കത്തയച്ചത്. വയനാട്ടിലെ ഇടപെടലിന് മാത്രമല്ല, 2006 മുതലുള്ള കുടിശ്ശികയടക്കം 132 കോടി രൂപ നൽകണമെന്നാണ് ആവശ്യം. കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന സംസ്ഥാനം ഫലത്തിൽ അങ്ങോട്ട് പണം നൽകേണ്ട ഗതികേട്. കേന്ദ്ര ഫണ്ടിൽ നിന്നും സൈന്യത്തിന് പണം നൽകണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് വ്യോമസേനയുടെ കത്ത് ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചത്. കേന്ദ്രത്തിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിൽ STRF സംഖ്യ ബാക്കിയിരിക്കുന്നുണ്ട് എന്ന് കാണിച്ച് ആ ബാക്കിയിരിക്കുന്ന സംഖ്യയുടെ 50% വീണ്ടും നിങ്ങൾക്ക് ചെലവഴിക്കാൻ STRFിനോട് അനുവദിക്കുന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. വിഷയം പാർലമെന്റിലും ഉന്നയിക്കപ്പെട്ടു. അവഗണന തുടർന്നതോടെ പാർലമെന്റിന് മുന്നിലേക്കായി പ്രതിഷേധം. വയനാടിന് സ്പെഷ്യൽ പാക്കേജ് എന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചതായും പ്രിയങ്ക. डिमांड की बात नहीं है, हम कह रहे हैं कि जो राशि देनी चाहिए वो दीजिए. जो पूरा जो कैलकुलेशन है, जो वहाँ पे डेवस्टेशन हुआ है, जो नुकसान हुआ है, वो तकरीबन 2000 करोड़ का नुकसान है. लेकिन वो सरकार पे के ऊपर निर्भर है कि कितना करना चाहती है. लेकिन कुछ तो करिए. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.